ഹലോ, എല്ലാവർക്കും യൂട്യൂബ് നെസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇതെൻ്റെ ആദ്യത്തെ യൂട്യൂബിലെ വീഡിയോ ആണ്. സോ ഞാനിതിൽ ക്രോഷേയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് തുടങ്ങിയ ഒരു ചാനലാണ്. ഇതിൽ ഞാൻ തുടങ്ങുന്ന ഒരു ക്രോഷേ സീരീസാണ്. നോ യുവർ യാൺസ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്രോഷേ സീരീസ് ഇന്ന് മുതൽ തുടങ്ങുകയാണ്. അപ്പോൾ ഇതിൽ ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്രോഷേ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ഹോബിയായിട്ടോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് ആക്കാനോ എങ്ങനെയായിരുന്നാലും ക്രോഷേ പഠിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചാനൽ തുടങ്ങുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. നിങ്ങൾക്ക് അടുത്തതായിട്ട് എന്തിനെ പറ്റി പഠിക്കണമോ അതൊക്കെ നിങ്ങൾക്ക് എന്നോട് കമൻറ്റ് സെക്ഷനിൽ പറയാം. സോ ഇന്ന് ഞാനിവിടെ നോ യുവർ യാൺസ് എന്ന് പറഞ്ഞ സീരീസ് തുടങ്ങിയാണ്. സോ ഇതിൽ ഞാൻ ഇന്ന് ആദ്യം പരിചയപ്പെടുത്തുന്നത് മാജിക് നീഡിൽസ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള കോട്ടോൺ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു യാണാണ്. ഈ യാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% കോട്ടൺ ആണ്. അതായത് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കോട്ടൺ മെറ്റീരിയലാണ്. ഇത് കണ്ടോ, ഇതാണ് ഈ യാണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അതായത് 3 mm ആണ് ഇതിൻ്റെ വെയിറ്റ്. ഇനി ബണ്ടിൽ ഓഫ് യാണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 150 gram ആണ്. അതും ഈ യാൺ ലേബലിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓവറോൾ ലെങ്ത്തും ഇവർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 360 മീറ്റർ ആയിട്ടുള്ള ഓവറോൾ ലെങ്ത്ത് ഇവർ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഈ യാൺ ലേബൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതേപോലെ തന്നെ ഈ വെയിറ്റ് 3 ആയിട്ടുള്ള ഈ യാണിനെ DK യാണെന്നും പറയാറുണ്ട്. പിന്നെ ഈ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഈ യാൺ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അതായത് ഇതിൻ്റെ വാഷിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്ന ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ച് അതിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ കോട്ടണിൻ്റെ ഈ യാണ് എന്തിനൊക്കെ യൂസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ അമിഗുറുമി, അതായത് ടോയ്സ്, സോഫ്റ്റ് ടോയ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ബേബി പ്രോഡക്ട്സ്, ഡ്രസ്സുകൾ, ഷൂസ്, ഇതൊക്കെ ഉണ്ടാക്കാൻ ഈ കോട്ടൺ യാൺ ബെസ്റ്റാണ്. കാരണം ഇത് വെച്ചിട്ടുണ്ടാക്കുന്ന പ്രോഡക്ട്സിന് നല്ലൊരു ഫിനിഷിങ് ഉണ്ടായിരിക്കും. പിന്നെ ഇതിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഹുക്ക് സൈസ്, അതായത് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ആ നീല ഹുക്കില്ലേ, ഈ ഹുക്ക് സൈസുകളൊക്കെ ഏതാണ് പെർഫെക്റ്റായിട്ട് ഈ യാണിന് ആപ്റ്റ് ആവുന്നതെന്ന് ഈ യാൺ ലേബലിൽ തന്നെയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നതിൽ 2 സ്ക്വയേഴ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ സ്ക്വയർ നിറ്റിങ്ങിൻ്റെയും രണ്ടാമത്തെ സ്ക്വയർ എന്ന് പറയുന്നത് ക്രോഷയുടെയാണ്. അപ്പോൾ ഇതിൽ തന്നെ കറക്റ്റായിട്ട് അവർ എത്ര ഹുക്ക് സൈസ് ഇതിന് യൂസ് ചെയ്യാമെന്നുള്ള കാര്യം എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഞാൻ യൂഷ്വലി ചെയ്യാറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പം ഇതിൽ 3 mm ആണ് ഹുക്ക് സൈസെങ്കിൽ ഞാൻ അത് വെച്ചിട്ട് യൂസ് ചെയ്ത് നോക്കും. പിന്നെ സെയിം ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് 2.5 mm വെച്ചിട്ട് ഉണ്ടാക്കി നോക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഹുക്ക് സൈസ് മാറുന്നതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിൻ്റെ സൈസിലും വേരിയേഷൻ വരുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. സോ നിങ്ങൾ തന്നെ ഹുക്ക് സൈസ് മാറ്റിയിട്ട് സെയിം യാണിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊജക്റ്റിന് അല്ലെങ്കിൽ നിങ്ങളുടെ നീഡിനനുസരിച്ചുള്ള രീതിയിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടും. ഇനിയിപ്പോൾ എൻ്റെ ഈ കയ്യിലിരിക്കുന്നതൊക്കെ ഞാൻ വാങ്ങിയിട്ടുള്ള 3 ഷെയ്ഡ്സാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ 3 ഷെയ്ഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് മാജിക് നീഡിൽസ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് എങ്ങനെ യാൺ പർച്ചേസ് ചെയ്യണം, എങ്ങനെ യാൺ സെലക്ട് ചെയ്യണം എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതെല്ലാം കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.